ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഒരു കാലത്ത് മലയാളത്തിലെ ഏറ്റവും ശക്തമായ സിനിമാ നിർമ്മാണ കമ്പനിയായിരുന്നു സാജ് പ്രൊഡക്ഷൻസ്. മിക്ക സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ നിർമ്മിച്ചത് സാജ് പ്രൊഡക്ഷൻസ് ആയിരുന്നു. ഇന്നത്തെ പല താരങ്ങളും സാജ് പ്രൊഡക്ഷൻസിന്റെ ഉടമയായ സാജന് വലിയ ബഹുമാനമായിരുന്നു നൽകിയിരുന്നത്. ഇപ്പോഴിതാ മമ്മൂട്ടിക്ക് സാജനിൽ നിന്നുമുണ്ടായ ഒരു മോശ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ്. ശക്തമായ സാമ്പത്തിക പിൻബലമുള്ള കമ്പനിയായിരുന്നു സാജ് പ്രൊഡക്ഷൻസ്. സാജ വർഗീസിന്റേതായിരുന്നു കമ്പനി. പല സൂപ്പർ ഹിറ്റ് മലയാള ചിത്രങ്ങളും നിർമ്മിച്ചിരുന്നത് സാജ് പ്രൊഡക്ഷൻസ് ആയിരുന്നു. അന്ന് മലയാളത്തിലെ സൂപ്പർ താരങ്ങൾക്ക് സാജനോട് വലിയ ഭക്തി ബഹുമാനം ഉണ്ടായിരുന്നു. കോഴിക്കോട് ആവനാഴി എന്ന ചിത്രം വിജയത്തിന്റെ 100ാം ദിവസം ആഘോഷിക്കുന്ന വേളയിൽ നായകനായ മമ്മൂട്ടി എത്തുന്നുവെന്ന പരസ്യങ്ങൾ പത്രത്തിൽ വന്നിരുന്നു. ഒത്തിരി ആളുകൾ അന്ന് മമ്മൂട്ടിയെ കാണാനായി എത്തി. മമ്മൂട്ടി ഒഴിച്ചുള്ള മറ്റു താരങ്ങൾ കൃത്യസമയത്ത് തന്നെ വേദിയിൽ എത്തി. മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലമായതുകൊണ്ട് മമ്മൂട്ടി എവിടെയെത്തി എന്നറിയാൻ കഴിയാത്ത അവസ്ഥയായി. മമ്മൂട്ടി ഇല്ലാതെ ആ ആഘോഷം നടന്നു. പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മമ്മൂട്ടി വേദിയിലെത്തിയത്. ഇത് കണ്ട് സാജന് വലിയ ദേഷ്യം വന്നു. താമസിച്ചതിനുള്ള കാരണം മമ്മൂട്ടി സാജനോട് പറഞ്ഞു. എന്നാൽ അതൊന്നും അംഗീകരിക്കാൻ സാജൻ തയ്യാറായില്ല. മമ്മൂട്ടിയോട് വേദിയിൽ കയറി പ്രസംഗിക്കാൻ സാജൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ആളില്ലാത്ത വേദിയിൽ നിന്നും മമ്മൂട്ടി പ്രസംഗിച്ചു. സാജനെ പിണക്കുന്നത് നല്ലതല്ലെന്ന് കരുതിയായിരിക്കാം മമ്മൂട്ടി അങ്ങനെ ചെയ്തത്. ഇത് അക്കാലത്തെ പല മാധ്യമങ്ങളിലും ചിത്രം സഹിതം വന്നു. ആളില്ലാത്ത ആഡിറ്റോറിയത്തിൽ മമ്മൂട്ടിയുടെ പ്രസംഗം എന്നായിരുന്നു തലക്കെട്ട്. എന്നാൽ നിർമ്മാതാക്കളും ദാരിദ്ര്യരാകുന്ന സംഭവങ്ങളും നടന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തെ അന്നത്തെ പ്രമുഖ തുണിക്കടയായിരുന്നു സ്വയംവര. ഇതിന്റെ ഉടമ കണ്ണർ റെഡ്ഡിയായിരുന്നു. വളരെ മാന്യമായ വ്യക്തിത്വത്തിന്റെ ഉടമ. അദ്ദേഹത്തിന് സിനിമ നിർമ്മിക്കണമെന്ന ആഗ്രഹമുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി സംവിധായകൻ പ്രിയദർശൻ ഒരു സിനിമ ചെയ്തു. പുന്നാരം ചൊല്ലിച്ചൊല്ലി എന്നായിരുന്നു ചിത്രത്തിന്റെ പേര്. ആ ചിത്രത്തിലെ ഒരു ഗാനരംഗം ചിത്രീകരിക്കുന്നതിന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 7 ആനകളെ നടത്തിക്കൊണ്ടുവന്നു. ആഴ്ചകളോളം ആനകൾ നടന്നു. ഇതിനിടയിൽ ഒരു ആനയ്ക്ക് മദപ്പാടുണ്ടായി. അന്ന് വലിയ നാശനഷ്ടം വരുത്തി വച്ചു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിർമ്മാതാവിന് വലിയൊരു തുക തന്നെ കൊടുക്കേണ്ടി വന്നു. പിന്നീട് ചിത്രവും പരാജയപ്പെട്ടു. ഇത് കണ്ണർ റെഡ്ഡിയെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുകയായിരുന്നു. ആലപ്പി അഷ്റഫ് പറഞ്ഞു.